ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. സ്നേഹം നിറഞ്ഞവരെ, ഡിവൈൻ വോയിസിൻ്റെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലായിരിക്കുന്നവർ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കുന്നവർ, നാം എല്ലാവരും ഈ ഒരു വചന ശുശ്രൂഷയിൽ ഒരുമിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രത്യേക നിയോഗം നമുക്ക് ഉയർത്തിക്കൊണ്ട് ആ ഒരു നിയോഗത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളാണ്. നമുക്കറിയാം, രക്ഷാകര ചരിത്രം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കാൻ തീരുമാനിക്കുന്നു. അതിങ്ങനെ പടിപടിയായിട്ട് കിടന്നു മനുഷ്യനായിട്ട് അവതരിക്കുന്നു. രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പിന്നെ സഹനം, പിന്നെ മരണം, പിന്നെ ഉത്ഥാനം. പെന്തക്കൊസ്തായിലൂടെ സഭ ആരംഭിച്ചു. ഇതാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുക. രൂപമില്ലായിരുന്ന ദൈവം ഒരു മനുഷ്യരൂപമെടുത്ത് മനുഷ്യനായിട്ട് അവതരിച്ച് ആ ഒരു ചരിത്രം അങ്ങോട്ട് ആരംഭിച്ച് തൻ്റെ മരണവും ഉത്ഥാനവും വഴി സകല മനുഷ്യനെ, സകല ആത്മാക്കളെ നേടിയെടുത്ത് അവസാനം പെന്തക്കൊസ്തായിൽ തൻ്റെ തുടർച്ചയായിട്ട് പരിശുദ്ധ സഭയെ സ്ഥാപിച്ച് ഇന്ന് നമ്മിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇതാണ് രക്ഷാകര ചരിത്രം നമ്മോട് പറയുന്ന വലിയ സന്ദേശം. ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ രക്ഷാകര ചരിത്രം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എടുത്ത് എല്ലാം രക്ഷാകര ചരിത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഒരു കുർബാന എടുക്കുക, ആ കുർബാന മുഴുവനും രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു നാടകീയമായ ആവിഷ്കാരമാണ്. സീറോ മലബാർ സഭയിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ നിന്നുള്ള ആ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ കുർബാന ആരംഭിക്കുമ്പോൾ സത്യത്തിൽ ആ മനുഷ്യനായിട്ട് അവതരിച്ച യേശുവിൻ്റെ മനുഷ്യാവതാരമല്ലേ നമ്മൾ അനുസ്മരിക്കുക. പിന്നീട് കുർബാനയിൽ ഓരോ ഘട്ടവും കയറി ഇറങ്ങി പോകുന്നത് കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉത്ഥാനം, അവസാനം ആ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. രക്ഷാകര ചരിത്രമാണ് സത്യത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ആഘോഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് കുർബാന ഇത്ര ശക്തമായി തീരുക, പവർഫുള്ളായി തീരുക. ഇത് തന്നെയാണ് ഒരു വർഷം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ആരാധനാ വത്സരം. മംഗളവാർത്തയിൽ അങ്ങ് തുടങ്ങിയ കർത്താവ് ലോകത്തിൽ ജനിക്കാൻ പോകുന്ന മംഗളവാർത്ത നവംബർ മാസത്തിൽ നമ്മളത് ആരംഭിച്ച് ഡിസംബർ ആകുമ്പോൾ അത് പിറവിയായി മാറി. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ യേശുവിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കയറി വരികയാണ്. അങ്ങനെ പള്ളിക്കുദാശ കാലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വർഷം അങ്ങ് തീരുമ്പോൾ ഈ രക്ഷാകര ചരിത്രങ്ങൾ ഇങ്ങനെ ഒരു വർഷം മുഴുവൻ നമ്മൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഈ ആരാധനാ വത്സരം അല്ലെങ്കിൽ ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയുക. അപ്പോൾ എല്ലാത്തിൻ്റെയും കേന്ദ്രമായി നിൽക്കുന്നത് ഈ രക്ഷാകര ചരിത്രമാണ്. നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന ജപമാല. ജപമാലയിലെ 4 രഹസ്യങ്ങൾ, സന്തോഷത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മഹത്വത്തിൻ്റെ, ഈ 4 രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 20 പില്ലേഴ്സ്, ആ 20 തൂണുകൾ, 20 രഹസ്യങ്ങൾ, അത് ശരിക്കും രക്ഷാകര ചരിത്രത്തിൻ്റെ 20 നെടും തൂണുകളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നൊരു വചന ശുശ്രൂഷയേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുക നമ്മുടെ ജീവിതവും ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓരോ തൂണുകളും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ഹീലിംഗ്, ഓരോ മേഖലയിൽ ഒരു ഹീലിംഗ് നമുക്ക് മേടിച്ച് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്ക് രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം എടുക്കാം. മംഗളവാർത്ത. മാലാഖ വന്നിട്ട് മാതാവിനോട് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ കൃപ നിറഞ്ഞവളാണ്, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, അവൻ യേശു എന്ന് വിളിക്കപ്പെടണം, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളവിടെ കാണുകയാണ്. മാലാഖ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് മംഗളവാർത്ത അറിയിക്കണം. പ്രിയപ്പെട്ടവർ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്
നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കാം. നമുക്ക് ജന്മം നൽകുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത രണ്ടുപേര്, നമ്മുടെ അപ്പനും അമ്മയും, അവരെ ദൈവം ഒരുമിച്ച് കൂട്ടി ഒരു കുടുംബമാക്കി. എന്തിനു വേണ്ടിയാ? അവർ നമ്മൾ ഒരുമിച്ചാലേ നമുക്ക് നമ്മുടെ ഈ രൂപത്തിൽ, നമ്മുടെ ഈ ഭാവത്തിൽ, നമ്മുടെ ഈ സ്വഭാവത്തിൽ ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിക്കുകയുള്ളൂ. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാ. അത് അതേപടി ഇവിടെ ഇരിക്കണമെങ്കിൽ ദൈവം നിശ്ചയിച്ച് തിരഞ്ഞെടുത്ത നമ്മുടെ അപ്പനും അമ്മയും. രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു വാങ്ങൽ നമുക്ക് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ വിവാഹത്തിൽ കാണാൻ സാധിക്കും. അവർക്ക് ദൈവം കൊടുക്കുന്ന ആ കുഞ്ഞിൽ കാണാനായിട്ട് സാധിക്കും. വീണ്ടും രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുക, ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധ മറിയം ഗർഭിണിയായിരിക്കുന്ന എലിസബത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ അടുത്തൊരു പില്ലറായിട്ട് സഭ കാണിക്കുന്ന അതാണ്. ദൈവം തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഉദരത്തിലുള്ള ശിശുക്കൾ വരെ കുതിച്ചു ചാടും നമ്മൾ കാണുകയാണ്. നമുക്കിത് നമ്മുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളായിരുന്ന 9 മാസം, ആ സമയത്ത് ആ അമ്മയിൽ നമുക്ക് കിട്ടിയ ഒത്തിരി കൃപകളുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ വികാരങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അമ്മയ്ക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സഹനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെയൊക്കെ മനഃശാസ്ത്രത്തിലുണ്ട്, നമ്മുടെയൊക്കെ മാനസികാവസ്ഥയിലുണ്ട്. ഈ ഒരു നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രക്ഷാകര ചരിത്രത്തിൻ്റെ ആ സെക്കൻഡ് പില്ലറായിട്ടുള്ള ആ ഒരു മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരിലും, നമ്മൾ ഗർഭസ്ഥാവസ്ഥയിലായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നമ്മളായിരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ ദൈവം അത് സൗഖ്യമാക്കി നമ്മെ അങ്ങോട്ട് പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. വീണ്ടും നമ്മൾ രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുക, മാതാവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ യേശുവിന് ജന്മം കൊടുക്കുകയാണ്. അവിടെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന മാലാഖമാരുടെ സ്തുതിഗീതം. ഇത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തിന് രക്ഷാകര ചരിത്രം? നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി, നമ്മളെ അടിമത്തിൽ നിന്ന് മോചനം നൽകുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിച്ച നിമിഷത്തെ നമുക്ക് ഈ സമയം ദൈവത്തിന് സമർപ്പിക്കാം. നമ്മൾ പിറന്നു വീണ നിമിഷം, അമ്മ നമ്മെ ആദ്യമായി സ്പർശിച്ചത്, ആ ഒരു ആദ്യത്തെ അനുഭവം, ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണപ്പോഴുള്ള ആദ്യത്തെ അനുഭവം, അത് അത്ര നല്ലതൊന്നും ആയിരിക്കണമെന്നില്ല എപ്പോഴും. ഒരുപക്ഷെ ഒരു ആൺകുഞ്ഞിന് വേണ്ടി കാത്തിരുന്നപ്പോഴാവാം വീണ്ടും ഒരു പെൺകുഞ്ഞ്, അല്ലെങ്കിൽ പെൺകുഞ്ഞിന് വേണ്ടി കാത്തിരുന്നപ്പോഴാവാം വീണ്ടും ഒരു ആൺകുഞ്ഞ്. ഒരുപക്ഷെ ഒരു ഭയത്തോടു കൂടെയൊക്കെ ആയിരിക്കാം അമ്മ ആദ്യം ഈ കുഞ്ഞിനെ എടുത്തത്. മനഃശാസ്ത്രം പറയുകയാണ്, അമ്മയുടെയൊക്കെ സ്പർശനത്തിന് നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൽ ഒത്തിരി സ്വാധീനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിമിഷത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ മാതാവ് ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുത്ത ആ നിമിഷം, ആദ്യമായിട്ട് അമ്മ ആ കുഞ്ഞിനെ എടുത്ത നിമിഷം, ആദ്യമായിട്ട് ഔസേപ്പിതാവ് തൻ്റെ കരങ്ങളിൽ ദിവ്യരക്ഷകനെ വഹിച്ച നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആദ്യമായിട്ട് നമ്മൾ സ്പർശിച്ച നിമിഷത്തിൽ നമുക്ക് കിട്ടിയ കൃപകളെ ഓർത്ത് നന്ദി പറയാം. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ആ ഒരു നിമിഷത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെതായ സ്വാധീനം ഇന്നും നമ്മുടെ വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ, അനാവശ്യമായ ഭയം, അനാവശ്യമായ നിരാശ, ഇതിൻ്റെ കാരണം ഒരുപക്ഷെ ജന്മാവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്വാധീനമാണെങ്കിൽ വിട്ടുമാറുവാനായിട്ട് ഈ വചന സന്ദേശത്തിൽ ഇപ്പോഴിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, അത് ശുദ്ധീകരണത്തിൻ്റെ സമയം വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ്. ശിമയോൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് പറയുകയാണ്, ഇത് രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ പോകുവാൻ അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ച ആദ്യരംഗം നമ്മുടെ മാമോദിസയാവാം, തുടർന്നുള്ള നമ്മുടെ കൗദാശിക ജീവിതമാവാം. കൃപ നമുക്ക് ലഭിച്ച എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയുക. പ്രത്യേകിച്ചും വരപ്രസാദത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകളെയും, എല്ലാ കുദാശകളിലൂടെയും നമുക്ക് ലഭിച്ച വരപ്രസാദത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ കൃപകളൊന്ന് ജ്വലിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ ഇന്നോളം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കുദാശകളിലൂടെയും ലഭിച്ച വരങ്ങൾ ജ്വലിക്കുവാനിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് രക്ഷാകര ചരിത്രത്തിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങാം. സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ 5ാമത്തെ രഹസ്യത്തിലേക്ക് വരുമ്പോൾ 12 വയസ്സായ യേശുവിനെ നമ്മളവിടെ കാണുക. കാണാതാകുന്ന യേശോ, കുഞ്ഞ് കാണാതാകുമ്പോൾ വേദനിക്കുന്ന മാതാപിതാക്കൾ, 3 ദിവസം ആ മാതാപിതാക്കളുടെ നൊമ്പരം അതൊക്കെ അനുഭവിച്ചറിഞ്ഞ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു കൊച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ മാതാപിതാക്കൾക്ക് അനുഭവിക്കുന്ന പീഡകൾ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനത്തെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെയൊക്കെ ചില പ്രവൃത്തികൾ നമ്മുടെ മാതാപിതാക്കൾ തീ തിന്നുവാൻ ഇടയായിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ചില വാക്കുകളാവാം, ചില പെരുമാറ്റങ്ങളാവാം.
ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെതായ വേദനയുണ്ടെങ്കിൽ, ഇത് സൗഖ്യത്തിന് നിമിഷമാകട്ടെ. ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ യൗവനത്തിൽ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ കാലുകൾ ഇടറിയ അവസ്ഥകളെല്ലാം ദൈവം സൗഖ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും രക്ഷാചരിത്രം മുന്നോട്ട് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുക. അത് നമ്മൾ കാണുന്ന പ്രകാശത്തിൻ്റെ രഹസ്യത്തിലാണ്. പ്രകാശത്തിൻ്റെ ഒന്നാം രഹസ്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ മാമോദിസ നമ്മൾ കാണുകയാണ്. പരസ്യജീവിതം ആരംഭിക്കുന്നത് ആ മാമോദിസയിലൂടെയാണ്. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു, സ്വരം കേൾക്കുന്നു, ഇവനെൻ്റെ പ്രിയപുത്രനാവുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, രക്ഷാകര ചരിത്രം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെയൊക്കെ പരസ്യജീവിതത്തെ ഈ സമയത്ത് സമർപ്പിക്കാം. നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കുവാനിടയായ ആ ഒരു സമയത്തെ, അവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടെങ്കിൽ, എന്നാൽ കുറ്റബോധങ്ങളുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെയൊക്കെ യൗവനം, നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമായ സമയത്തെ ദൈവം അങ്ങോട്ട് സൗഖ്യമാക്കട്ടെ. വീണ്ടും രക്ഷാകര ചരിത്രം മുന്നോട്ട് പോവുകയാണ്. അടുത്ത രഹസ്യം നമ്മൾ കാണുക. രക്ഷാകര ചരിത്രത്തിലെ അടുത്ത തൂണ്, അത് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കർത്താവ് പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ വിവാഹ നിമിഷത്തെ ഓർക്കുക. ആ വിവാഹം ദൈവം ഒരുമിച്ച് കൂട്ടിയ ആ ഒരു വിവാഹം, അവിടെ പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു നിമിഷം, അവരുടെ കണക്കൂട്ടലെല്ലാം തെറ്റുന്നു, അവിടെ പരിശുദ്ധ അമ്മ ഇടപെടുന്നു, അവിടെ കർത്താവ് തൊട്ട് സൗഖ്യം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, കുടുംബജീവിതം നയിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ വീഞ്ഞ് ഒറ്റിപ്പോയൊരവസ്ഥയുണ്ടെങ്കിൽ, കാലിയായി കൽഭരണിയാണ് അവരുടെ ജീവിതത്തിലെങ്കിൽ, അവർക്ക് നിരാശയാണെങ്കിൽ, അവർ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു സംതൃപ്തി ഇപ്പോൾ അനുഭവിക്കുന്നില്ലെങ്കിൽ കണ്ണുകൾ അടയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ് ഈ നിമിഷം നിങ്ങളെ സ്പർശിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ കാലിയായ കൽഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. ദൈവം പറയുന്നു, ഇതാ ഇത് വീഞ്ഞായി മാറിയിരിക്കുന്നു, പരിചാരകന് കൊണ്ട് കൊടുക്കുക. വീണ്ടും നിങ്ങൾ വീര്യമുള്ള വീഞ്ഞായി മാറുന്നു. അത്ഭുതം നിങ്ങളിൽ സംഭവിക്കട്ടെ. വീണ്ടും രക്ഷാചരിത്രം മുന്നോട്ട് പോകുന്നു. കർത്താവ് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ഈശോ നമ്മോടും പറയുകയാണ്, ഇത് മാനസാന്തരത്തിൻ്റെ സമയമാണ്. നിന്റെ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇനിയും നീ ലോകത്തിൻ്റെ മനുഷ്യരായി മാറാതെ നീ മാനസാന്തരപ്പെടുക. നീ സ്വർഗത്തിൻ്റെ മകനാണ്, നീ സ്വർഗത്തിൻ്റെ മകളാണ്. വീണ്ടും നമുക്ക് രക്ഷാചരിത്രത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകാം. അടുത്ത ഒരു സ്റ്റേജിൽ നമ്മൾ കാണുക, ഈശോ രൂപാന്തരം പ്രാപിക്കുകയാണ്. ശിഷ്യന്മാർ താൻ തിരഞ്ഞെടുത്ത ആ 3 ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് തൻ്റെ രൂപം മാറുന്നു, പ്രകാശം നിറയുന്നു, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ സ്പർശിച്ച ചില അനുഭവങ്ങളുണ്ടാവാം. ചിലപ്പോൾ ചില ധ്യാനത്തിൽ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളാവാം, നമ്മളെടുത്ത ചില തീരുമാനങ്ങളാവാം. ഇനി ഞാൻ പാപത്തിലേക്ക് പോകില്ല എന്നെടുത്ത തീരുമാനമൊക്കെ ആവാം. ചിന്തിച്ച് നോക്കുക. അങ്ങനെയുള്ള ആ ഒരു ദൈവിക അനുഭവത്തെ ഒന്നും കൂടി ജ്വലിപ്പിക്കുവാനായിട്ട് ഈശോ പറയുകയാണ്. ധ്യാനത്തിൽ കിട്ടിയ ചില ബോധ്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട തീരുമാനങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സ്വർഗീയ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഈശോ നമ്മളെ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ഒരു പില്ലറിലേക്ക് പോകുമ്പോൾ, രക്ഷാചരിത്രത്തിൻ്റെ അടുത്ത സ്റ്റേജ്, അത് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മേശയ്ക്ക് ചുറ്റുമിരുത്തിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പങ്കുവെച്ച് കൊടുക്കുന്ന പരിശുദ്ധ കുർബാനയാണ്. നമ്മോട് ഈശോ പറയുകയാണ്, നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാനുള്ളതാണ്. നിൻ്റെ ജീവിതം കുർബാനയാകുവാനുള്ളതാണ്. മറ്റുള്ളവരെ എങ്ങനെ നിനക്ക് ഉപയോഗിക്കാവുന്നുള്ളതല്ല, നിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇതാണ് രക്ഷാകര ചരിത്രം. ഇതാണ് ഈശോ നമുക്ക് പകർന്നു വന്ന മാർഗം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് കുർബാനയായി മാറുവാനായിട്ട്, എൻ്റെ ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഒരു കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മളെ രക്ഷാകര ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജപമാലയിൽ ദുഃഖത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നോക്കി, ഈ രക്ഷാകര ചരിത്രം ഇങ്ങനെ വരുന്ന രീതി നോക്കിക്കേ. മംഗളവാർത്തയിൽ തുടങ്ങി, ഗർഭസ്ഥാവസ്ഥ, അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നത്, ശുദ്ധീകരണത്തിൻ്റെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്ന അവസ്ഥ, 12 വയസ്സായ കൊച്ചിങ്ങനെ വളർന്നു വരികയാണ്. ഇതാണ് രക്ഷാകര ചരിത്രം. പിന്നീട് നമുക്കറിയാം രഹസ്യ ജീവിതം നമുക്കൊന്നും അറിഞ്ഞുകൂടാ. 30 വയസ്സിലേക്ക് വരുമ്പോൾ ഈശോ മാമോദിസ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കാനായിലേക്ക് പോകുന്നു. പിന്നെ വചനം പ്രഘോഷിക്കുന്ന മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. രൂപാന്തരീകരണം വരുന്നു. അവസാനം കുർബാനയോടുകൂടി പരസ്യജീവിതം തീരുക. തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രിയിൽ യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് പരസ്യജീവിതം അവിടെ അവസാനിപ്പിക്കുകയാണ്.
പിന്നീട് നമ്മൾ കാണുന്നത് ദുഃഖത്തിൻ്റെ രഹസ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക കർത്താവ് സഹിച്ച പീഡകളാണ്. കുർബാനയ്ക്ക് ശേഷം, അന്ത്യ അത്താഴത്തിന് ശേഷം തൻ്റെ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് ഗത്സമനിലേക്ക് പോകുന്ന ഈശോ എല്ലാവരെയും അവിടെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരം ഉള്ളിലേക്ക് പോയിട്ട് ആരും കാണാതെ ഒരു കല്ലേൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന രംഗം. മാനസിക വ്യഥയാൽ ശരീരത്തിൽ രക്തധമനികൾ പൊട്ടിയത് അത് രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് ചാടി രക്തം വിയർപ്പായി ഒഴുകി എന്ന് വചനം നമ്മോട് പറയും. അത്രമാത്രം മാനസിക പീഡ സഹിച്ച ഈശോ എന്തുകൊണ്ട് ഈ മാനസിക പീഡ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി? ഉത്തരം ഇതേ ഉള്ളൂ. നമ്മുടെയൊക്കെ മാനസിക പീഡയുടെ സമയത്ത് യേശു രക്ഷ പകരുവാനായിട്ട് നമ്മുടെ പീഡകളിലൂടെ ഈശോ കടന്നുപോയി, നമുക്ക് രക്ഷ പകരുവാൻ വേണ്ടി. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഇനി പറയാൻ അവകാശമില്ല എൻ്റെ വ്യഥ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതിലൂടെ എല്ലാം കടന്നുപോയൊരു ദൈവമാണ്. എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ദൈവമാണ് ദൈവമെന്ന് പറയുവാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും അവകാശമില്ല. കാരണം എല്ലാ സഹനങ്ങളും അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ച് അതിന് പരിഹാരം ചെയ്ത് നിത്യരക്ഷ നൽകിയവനാണ് ക്രിസ്തുനാഥൻ. അതുകൊണ്ടാണ് സഹനം രക്ഷാകരത്തിൻ്റെ ഭാഗമായി മാറുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുമ്പോൾ ഇന്ന് ഇതേപോലെയുള്ള മാനസിക പീഡയിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട അനുഭവം, ആരും തൻ്റെ കൂടെയില്ല എന്നുള്ള ചിന്ത, യേശു അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പോലും കിടന്നുറങ്ങുകയാണ്, നിരാശപ്പെട്ട് വീണ്ടും പോവുക. ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ എൻ്റെ കൂടെ ഒന്നിരിക്കാൻ, എനിക്ക് ആശ്വാസം പകരുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പച്ച യാഥാർത്ഥ്യങ്ങളല്ലേ? നല്ല കാലത്ത് ഒത്തിരി പേര് കൂടെ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു മനുഷ്യൻ കൂടെയില്ല. നിരാശയുടെ ആഴങ്ങളിലായിരിക്കുന്ന അവസ്ഥകൾ, മനസ്സിലിങ്ങനെ വ്യഥ കയറിയിട്ട് ആരോടും പറയാൻ പറ്റാതെ കമന്ന് കടന്ന് കരഞ്ഞ നിമിഷങ്ങൾ. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ കർത്താവ് അതല്ലേ ചെയ്തത്? ആരും കാണാതെ കൂരിരുട്ടിൽ ഒരു പാറക്കെട്ടിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഈശോ. നമ്മുടെയൊക്കെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുത്തിനുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും നിരാശയിലാണെങ്കിൽ, ആർക്കെങ്കിലും ഇപ്പോൾ എനിക്ക് മരിക്കണമെന്നുള്ള ചിന്ത അലട്ടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് പറയുകയാണ്, ഇതിൽ അവസാനിക്കുന്നതല്ല നിൻ്റെ ജീവിതം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് വേണ്ടി പ്രകാശത്തിൻ്റെ ഒരു ദിവസമുണ്ട്. ഈ നിരാശയിലൂടെ യേശുവും കടന്നുപോയതാ, പക്ഷെ അവൻ അവസാനിപ്പിച്ചില്ല അവിടെ. അവൻ ആ ജീവിതം പൂർത്തിയാക്കി, ആ യാത്ര അവൻ പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ മഹത്വമുണ്ടായി, അവൻ ഇന്നും ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യേശുവിനൊരു ഉത്ഥാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കുമുണ്ട് ഒരു പ്രത്യാശയുടെ ദിനം. നീ ഇവിടെ വെച്ച് അവസാനിക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. ഇത് ഈ സന്ദർഭത്തിൽ ഈശോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നൽകുന്ന സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ എല്ലാ മാനസിക ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ നിരാശയും കർത്താവിൻ്റെ പക്കലേക്ക് കൊടുക്കാം. എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ഈ ഒരു വേദനയിലൂടെ കടന്നുപോയത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. നമുക്ക് പ്രത്യാശയുള്ളവരായി മാറാം. നമുക്ക് യേശുവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാം. യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര വീണ്ടും പൂർത്തിയാക്കാം. രക്ഷാകര ചരിത്രത്തിലെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതാ പീഡകളുടെ ഒടുക്കത്തിൽ പ്രാർത്ഥന അവസാനിച്ച് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കാത്തിരിക്കുന്നത് പന്തവും വാളും വടിയൊക്കെ ആയിട്ട് പട്ടാളക്കാരാണ്. വേദനകൾ വീണ്ടും കൂടുകയാണ്, നിരാശ വീണ്ടും കയറി വരികയാണ്. ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നത് അത് തടങ്കൽ പാളയത്തിലേക്കാണ്. ഒരു കുറ്റവും ചെയ്യാത്തവൻ അവിടെ തടങ്കൽ പാളയത്തിൽ ആ തടവ് പുള്ളിയായി മാറുകയാണ്. പിറ്റേ ദിവസം വിചാരണകൾ, പല കോടതികൾ വിചാരണ ചെയ്യപ്പെടുന്നു. അവിടെയും അവസാനിക്കുന്നില്ല ജീവിതം. നിരാശയുടെ ആ ഒരു സമയത്ത് നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യത്തിലെ അടുത്ത പില്ലർ കാണുകയാണ്. പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ഒരു കൽത്തുറങ്കിൽ കെട്ടിയിട്ടിട്ട് ചമ്മട്ടികൾക്ക് അടിയേൽക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ശരീരം മുഴുവനും ഉഴുതുമറിക്കപ്പെട്ട അവസ്ഥകൾ. ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക, രോഗത്താൽ പീഡ അനുഭവിക്കുന്ന മക്കൾ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നൊമ്പരം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേദനകൾ നീ മനസ്സിൽ കാണുക. എന്തിന് കർത്താവ് ഈ വേദനയിൽ കടന്നുപോയി? അത് നിനക്ക് ആശ്വാസം തരാൻ വേണ്ടിയാ, അത് നിനക്ക് സൗഖ്യം തരാൻ വേണ്ടിയാ. കർത്താവ് ഈ സമയത്ത് എല്ലാ രോഗികളുടെ മേലും തൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് രോഗത്തിൽ സൗഖ്യം നൽകുവാനാണ് ദൈവം മനസ്സാകുന്നെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, ഈ സഹനത്തിലൂടെ ഒരു വലിയ ദൗത്യത്തിലേക്ക്, വലിയൊരു കൃപയിലേക്കാണ് ദൈവം നയിക്കുന്നതെങ്കിൽ ആ സഹനത്തിലും പതറാതിരിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. വീണ്ടും നമ്മൾ രക്ഷാകരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുക
മുൾക്കിരീടം ചാർത്തപ്പെടുന്ന ഈശോയാ. നമുക്കറിയാം എന്തിനാ മുൾക്കിരീടം കൊടുത്തത്. അതവനെ അപമാന ഭാരത്താൽ നിറയ്ക്കാൻ വേണ്ടിയാണ്. നീ രാജാവാണെങ്കിൽ നിനക്കൊരു കിരീടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൊടുത്തതാണ് ഈ മുൾക്കിരീടം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മുൾക്കിരീടങ്ങൾ വഹിച്ച് ജീവിക്കുന്നവരാവാം നമ്മൾ. നമ്മുടെ കുടുംബത്തിലുണ്ടായ ഒരു 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 ദുർമരണമാവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ഒരാൾ മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയോട് കൂടി ഒളിച്ചോടിപ്പോയതാവാം, അല്ലെങ്കിൽ കടബാധ്യത കയറിയിട്ട് ഉന്നതാവസ്ഥയിലായിരുന്നു നമ്മൾ വീട് വിറ്റ് പോകേണ്ട അവസ്ഥയാവാം. നമ്മളിന്ന് ശിരസ് കുനിച്ച് നടക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിന്റെ അവസ്ഥയിലൂടെ നിനക്ക് മുമ്പേ നടന്നവനാ നിന്റെ ദൈവം. അത് നിന്റെ ശിരസ് ഉയർത്താൻ വേണ്ടിയാ, അല്ലാണ്ട് എന്നും നിന്റെ ശിരസ് ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ വേണ്ടിയല്ല. ആ കർത്താവ്, ആ മുൾക്കിരീടം ചാർത്തിയവൻ, അന്ന് അവിടെ അപമാന ഭാരത്താൽ തലകുനിച്ചിരുന്നവൻ, പിന്നീട് ഉയർത്തെഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ നിവർന്നു നിന്നുകൊണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥയിലേക്ക് നിന്നെ നയിക്കും. അതുകൊണ്ട് ഒരു മകനും ഒരു മകളും നിരാശയിൽ അവസാനിപ്പിക്കേണ്ടതല്ല നിന്റെ ജീവിതം. ഇതാണ് ഈശോ ഈ സന്ദർഭത്തിൽ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. രക്ഷാകരചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അടുത്തായിട്ട് കാണുന്നത് ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈശോ. വചനം നമ്മൾ പറയുകയാണ്, ആ ഭാരം വഹിക്കാനാവാതെ പല പ്രാവശ്യം മുഖം കുത്തി നിലത്ത് വീഴുന്ന ഈശോ. എന്തിന് യേശു ഈ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഈ ഗാഗുൽത്തായിലേക്ക് യാത്രയായി? എന്തിന് ഈ യാത്രയിൽ പല വട്ടം യേശു മുഖം കുത്തി താഴെ വീണു? പ്രിയപ്പെട്ടവരെ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോൾ, പല പ്രാവശ്യം ഞാൻ പതറി വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ഉത്തേജനം നൽകുവാനായിട്ട്, വീണ്ടും മുഖമുയർത്തി എൻ്റെ കർത്താവിലേക്ക് നോക്കുവാനായിട്ട്, എൻ്റെ കർത്താവ് സഹിച്ച വഴിയിലൂടെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കർത്താവിനെ പോലെ ഞാനും വീണ്ടും എഴുന്നേൽക്കും, ഞാൻ വീണ്ടും കുരിശെടുക്കും, ഞാൻ ഈ യാത്ര പൂർത്തിയാക്കുമെന്ന് പറയുവാനായിട്ട് കർത്താവ് നമുക്ക് ശക്തി നൽകുന്ന അവസരമാണ് രക്ഷാകര ചരിത്രത്തിലെ ഈ ഒരു പില്ലറ്, കുരിശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈശോ. യാത്രയുടെ അവസാനം ഗാഗുൽത്തായിലെത്തുകയാണ്. 3 ആണികളിൽ പച്ചമരത്തിൽ ഈശോ പിടഞ്ഞു മരിക്കുകയാണ്. ചുറ്റും നിന്നവർ പരിഹസിക്കണം, നീ രാജാവാണെങ്കിൽ ഇറങ്ങി വാ, നീ ഒത്തിരിയേറെ പേരെ സൗഖ്യം കൊടുത്തില്ലേ, എന്തുകൊണ്ട് നിന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കണില്ല? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും നിന്നവർ പറയും, നീ വല്ല പ്രാർത്ഥനക്കാരനായിരുന്നില്ലേ, നീ വലിയ പ്രസംഗിച്ച് നടന്നവനായിരുന്നില്ലേ, എന്തേ ഇപ്പം നിനക്കിങ്ങനെ സംഭവിച്ചു? കർത്താവ് അവിടെ ചെയ്യുന്ന മാതൃക, കർത്താവ് കണ്ണുകൾ പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എത്ര മനോഹരമായൊരു മരണം! പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയൊക്കെ ഒരു മരണത്തിന് വേണ്ടി കൊതിക്കുക. ചിലപ്പോൾ നമ്മൾ രോഗികളായിട്ടായിരിക്കും മരിക്കുക, അനേക വർഷത്തെ സഹനത്തിൻ്റെ ഒടുവിലായിരിക്കും മരിക്കുക, എന്തുമായിക്കോട്ടെ, മരണം ഏത് രീതിയിലായിക്കോട്ടെ, പക്ഷെ മരിക്കുമ്പോൾ നമ്മുടെ അധരത്തിൽ യേശുവിനൊരു മഹത്വം, യേശുവിനൊരു സ്തുതി, യേശു എന്നുള്ള നാമം, ഇതിനെയല്ലേ നല്ല മരണം എന്ന് പറയുക. പിതാവ്, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സോടുകൂടെ ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കാനുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വീണ്ടും നമ്മൾ അടുത്ത പില്ലറുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് മഹത്വത്തിൻ്റെ രഹസ്യത്തിലാണ്. 5 രഹസ്യങ്ങളിൽ അത് മഹത്വപൂർണ്ണമായ ഉത്ഥാനം. ഒന്നും ഒരു കുരിശിൽ അവസാനിക്കുന്നില്ല, ഒന്നും ഒരു മരണത്തിൽ അവസാനിക്കുന്നില്ല, ഒന്നും ഒരു 6 മണിൽ അവസാനിക്കുന്നില്ല. ഈശോ 3-ാം പക്കം ഉയർത്തെഴുന്നേൽക്കുകയാണ്. വീണ്ടും 40 ദിവസം അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് വീണ്ടും അവരെ പഠിപ്പിച്ച് ശക്തിപ്പെടുത്തുക. അവരെല്ലാവരും പതറിപ്പോയി, ശിഷ്യന്മാരെല്ലാവരും പതറിപ്പോയത് സഹനം വന്നപ്പോൾ അവരുടെ നിലവിട്ടുപോയി. നമുക്ക് സംഭവിക്കാം ഇത്, പക്ഷേ ഈശോ കൂടെ നടന്ന് അവരെ ശക്തിപ്പെടുത്തി വീണ്ടും ഒരുക്കി. എന്നിട്ട് പെന്തക്കൊസ്തായ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവോട് ഒരുക്കാൻ പറഞ്ഞു. പെന്തക്കൊസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ നൽകി അവരെ പുതിയ സഭയാക്കി മാറ്റുന്നു, പുതിയ കരുത്ത് അവർക്ക് നൽകുന്നു. അന്നുവരെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ എഴുന്നേറ്റ് എന്ന് പറയുന്നു, നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന ക്രിസ്തു, ആ ക്രിസ്തു അല്ലാതെ മറ്റു ലോകത്ത് വേറെ രക്ഷകനില്ല, ശക്തി കൊടുക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തൊരു സ്ത്രീയെ ദൈവം ഇവിടെ ഭൂമിയിൽ ഒതുക്കുന്നില്ല, സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല, തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്ത ആ മകളെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാക്കി മാറ്റുക. കർത്താവിൻ്റെ വചനം, ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ എൻ്റെ നാമത്തിൽ 100 ഇരട്ടിയായിട്ട് ഞാൻ പ്രതിഫലം നൽകും, സ്വർഗത്തിൽ നിത്യജീവനും. പരിശുദ്ധ അമ്മയിൽ അത് പൂർത്തീകരിക്കും നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പരിശ്രമിച്ചതാണ്, രക്ഷാകര ചരിത്രത്തിലൂടെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സൗഖ്യം നൽകുവാനായിട്ട്, പുതുജീവൻ നൽകുവാനായിട്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം നമുക്ക്
നൽകിയ ആ രക്ഷ അത് അനുഭവിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. നമ്മൾ ചെല്ലുന്ന ഓരോ ജപമാലയും, നമ്മൾ അർപ്പിക്കുന്ന ഓരോ കുർബാനയും, വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ദൈവാരാധന എല്ലാം രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രഘോഷണമാണെങ്കിൽ ആ രക്ഷാകര ചരിത്രം ഓരോ അവസ്ഥയിലും, നമ്മുടെ ജീവിതത്തിന് ഓരോ അവസ്ഥയിലും അനുഭവിക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. രക്ഷാകര ചരിത്രത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വീണ്ടെടുത്ത് നൽകിയ രക്ഷ അനുദിനം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.